ജെഫ്രി അങ്ങനെ അവസാനം അവന്റെ ഫേവറേറ്റ് ഇൻഫ്ലുവൻസറിന്റെ വിൻഡ്രാർക്കിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് എല്ലാവരും കണ്ട് വിൻഡ്രാർക്ക് എടുക്കാനാണ് തീരുമാനിച്ചു. അവൻ ആദ്യത്തെ 3 ദിവസം കൺസിഡർ ആയിട്ട് ജിമ്മിൽ പോയി നോഫാപ്പ് എടുത്തു. ബട്ട് 4ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും അവന്റെ വീടിന്റെ അപ്പുറത്തൊരു കല്യാണത്തിന് അവന്റെ ഫ്രണ്ട്സുമായിട്ടെല്ലാം അടിച്ചു പൊളിച്ച് അണന്ന സിനിമയ്ക്കും പോയി. അന്നത്തെ ദിവസം ജിമ്മിലും പോയില്ല, പ്രൊഡക്റ്റീവായിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല. ആൻഡ് ഗസ് വാട്ട്, അവൻ ആ ആഴ്ച ഫുള്ള് കട്ട് ചെയ്തിന് തിങ്കളാഴ്ച തൊട്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. ആ തിങ്കളാഴ്ച ആയി കഴിയുമ്പോഴത്തേക്കും അവന് സ്കൂളിൽ നിന്ന് അസൈൻമെന്റ് കിട്ടി, ഹോംവർക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവൻ അന്നും ജിമ്മിൽ പോകാൻ പറ്റിയില്ല. ഇപ്പൊ അവൻ അടുത്ത ന്യൂ ഇയർ ആകട്ടെ അപ്പൊ റീസ്റ്റാർട്ട് ചെയ്യാന്നും പറഞ്ഞിരിക്കുന്നത്. Soman is the ultimate man. Gym 24 hours a day, sleep 24 hours a day, NoFap streak 2000 വർഷം. സോമൻ ഇപ്പോഴത്തെ ഈ പാടുള്ളവരെല്ലാവരും വിന്ററാർക്ക് ന്യൂ ഇയർ നവംബർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാണുമ്പോൾ അവന്റെ മനസ്സിൽ പുച്ഛം മാത്രമുള്ള. കാരണം ഇവന്മാരെല്ലാവരും അമ്മാരുടെ ലൈഫ് ജസ്റ്റ് വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അമ്മാരും അമ്മാരുടെ ലൈഫിൽ റിയൽ ആയിട്ടൊന്നും ചെയ്യുന്നില്ല. ഈ ഒരു ജനറേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ നശിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ജസ്റ്റ് ഒരു 30 സെക്കൻഡ് തരുവാണെന്നുണ്ടെങ്കിൽ നീ ഇതുവരെ അതിൻ്റെ എൻ്റെ ലൈഫിൽ കേട്ടില്ലാത്ത രീതിയിൽ, നീ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ മോട്ടിവേഷൻ ഉണ്ടാക്കി ഞാൻ എൻ്റെ തലയെ കയറ്റി വെച്ച് തരാം. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന സാധനം എല്ലാം നീ കേൾക്കും. ഈ പറഞ്ഞ സാധനം എല്ലാം നിൻ്റെ തലയിലുണ്ടാവും. എത്ര നേരത്തേക്ക്? നീ അടുത്ത വീഡിയോ ഇരുന്ന് കാണുന്നവരെ, അല്ലെങ്കിൽ ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നീ ഉറങ്ങി എണീക്കുന്ന ആ ഒരു ടൈം വരെ. കാരണം അതാണ് ആ ഒരു മോട്ടിവേഷണൽ വീഡിയോൻ്റെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ. നീ അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് എൻ്റെ ചെവി കൊണ്ട് ആ പറയുന്ന കുറേ സാധനങ്ങൾ കേൾക്കുന്നുണ്ട്. അത് ജസ്റ്റ് ആ ഒരു ചെറിയ ടൈമിൽ നിൻ്റെ തലയിരിക്കും. പിറ്റേ ദിവസം രാവിലെ നീ എണീക്കുമ്പോൾ ഇതേപോലെ കുറേ വീഡിയോ ഇരുന്ന് കാണും. നിൻ്റെ ലൈഫിൽ പ്രത്യേകിച്ച് ഒരു ചേഞ്ച് ഉണ്ടാകാൻ പോകുന്നില്ല. ഞാനിപ്പോൾ നിന്നോട് പറയുന്നതിൻ്റെ ഒറ്റ റീസൺ എന്ന് പറഞ്ഞാൽ, നീ ഇപ്പോൾ ഇരിക്കുന്ന ആ ഒരു എക്സാക്റ്റ് സെയിം പ്ലേസിൽ ഇരുന്നിട്ടുള്ള ഒരുത്തൻ തന്നെ. ഞാൻ ഒട്ടും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുത്തനാണ്. ഞാനിത് ഈ ഒരു മോട്ടിവേഷണൽ വീഡിയോ കണ്ട് പൈസ ഉണ്ടാക്കണം, സക്സസ്ഫുൾ ആകണം, ജിമ്മിൽ പോയി ബോഡി ഉണ്ടാക്കണം, അങ്ങനെ ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറേ മോട്ടിവേഷണൽ വീഡിയോ, അതായത് എന്നാ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പോകാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, എങ്ങനെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യേണ്ട, ഏതാണ് കറക്റ്റ് ഫോം, ഇതിനെയൊക്കെ പറ്റി കുറേ വീഡിയോ ഇരുന്ന് കാണും. ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തില്ല. പൈസ ഉണ്ടാക്കുന്നതിനെ പറ്റി ഒരു 100 വീഡിയോ ഇരുന്ന് കാണും. ഒരു സാധനം പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കിയിട്ടില്ല. ആ ഒരു പൊസിഷനിൽ ഞാൻ നിന്നെപ്പോലെ തന്നെ ഇരുന്നിട്ടുള്ള ഏകദേശം ഒരു 3-4 വർഷം മുന്നേ വരെ ഈ ഒരു എച്ചാറ്റ് സെയിം പ്ലേസിലാണ് ഞാനും ഇരുന്നേക്കുന്നത്. അതുകൊണ്ട് എനിക്കറിയാം നിൻ്റെ മൈൻഡിൽ പോകുന്ന ആ ഒരു എച്ചാറ്റ് സെയിം സാധനം എന്താണെന്നുള്ളത്. നീ ഇപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും നിൻ്റെ ഫീൽഡിൽ അടുത്ത വീഡിയോ വരും. ഇതേപോലെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനും നിൻ്റെ തലയിൽ കുറേ ആ ഒരു ഫേക്ക് ഡോമിൻ നിറച്ച് തന്നെ കുത്തി കയറ്റി വിടാൻ വേണ്ടിയിട്ട്. ഒരു കാര്യമില്ല, നിൻ്റെ ലൈഫിൽ നിനക്ക് ഈ കാണുന്ന ഒരു മോട്ടിവേഷണൽ വീഡിയോ അത് ജസ്റ്റ് ടെമ്പററി ആയിട്ടുള്ള സാധനമാണ്. അത് കഴിഞ്ഞ ദിവസം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനിട്ടൊരു വീഡിയോയിൽ അതിൻ്റെ അടിയിൽ ഒരുത്തം വന്ന് എനിക്ക് കമൻറ്റ് ഇട്ടേ, ബ്രോ നിൻ്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും, നീ പറയുന്ന സാധനമൊക്കെ കേൾക്കുമ്പോൾ, ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു മോട്ടിവേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നും. പക്ഷേ ഞാൻ അടുത്ത വീഡിയോയിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും ഈ സാധനം എല്ലാം എൻ്റെ തലേന്ന് പോകും. കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതെല്ലാം മറന്ന് പിന്നെ ആ ഒരു കുറേ നേരം സ്ക്രോൾ ചെയ്ത് അങ്ങനെ തന്നെ ഇരുന്ന് പോകുമെന്നും പറഞ്ഞു. എൻ്റെ ഈ ഒരു എക്സാക്റ്റ് സെയിം സിറ്റുവേഷൻ ആണ് നിൻ്റെ ലൈഫിലുള്ളത്. എനിക്കറിയാം. കാരണം നീ പറയുന്ന ഈ മോട്ടിവേഷണൽ വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് നിൻ്റെ മനസ്സിനെ ആ ഒരു സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ഫേക്ക് ഡോമിൻ നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം മാത്രമാണ്. ജിമ്മിൽ പോകാത്തൊരുത്തൻ ജിമ്മിൽ പോയി എങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്നുള്ള കുറേ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവൻ്റെ ബ്രെയിനിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നും. ഞാൻ എന്താണ്ടൊക്കെ പഠിക്കുന്നുണ്ട്, ഞാൻ പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കുന്നത്, ഞാൻ പ്രൊഡക്ടിവിറ്റി ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ ഗുണമുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. പക്ഷെ നീ കുറേ ജിമ്മിൽ പോകുന്ന വീഡിയോ ഇരുന്ന് കാണണം. അല്ലെങ്കിൽ പുഷപ്പ് അടിക്കാത്തൊരുത്തൻ ഇതുവരെ പുഷപ്പ് അടിച്ചിട്ടില്ല. അവൻ പുഷപ്പ് അടിക്കുന്നതിനെ പറ്റി ഒരു 5 വീഡിയോ, പുഷപ്പിൻ്റെ ഫോം എങ്ങനെയാണ്, ഏതൊക്കെ ടൈപ്പ് പുഷപ്പാണുള്ളത്, ഇതിനെയൊക്കെ പറ്റി നോക്കിക്കൊണ്ട് ഒരു 5-6 വീഡിയോ എന്ന് കണ്ടു കഴിഞ്ഞാലും 6 വീഡിയോയിലും ചിലപ്പോൾ സെയിം സാധനം തന്നെ ആയിരിക്കും ഇവന്മാർ പറയുന്നത്. പക്ഷേ അവൻ ആ സാധനം അവൻ്റെ ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് ഇറങ്ങി ചെയ്തു നോക്കാതെ അവൻ ഒരിക്കലും പുഷപ്പ് അടിക്കാൻ പഠിക്കാൻ പോകുന്നില്ല. ആൻഡ് ഈ സെയിം സാധനം തന്നെയാണ് നിൻ്റെ ഈ മോട്ടിവേഷണൽ വീഡിയോയിലും സാധനത്തിലും എല്ലാം നടക്കുന്നത്. ഇപ്പം ഞാനീ പറയുന്ന വീഡിയോ നീ കേൾക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിൻ്റെ കാതൊഴി കേട്ട് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ വിട്ട് കളയാതെ നിൻ്റെ മനസ്സ് വെച്ച് കേൾക്കാൻ നോക്കും. അത് പറയുന്ന ഓരോ സാധനവും ജസ്റ്റ് കേട്ടിട്ട് അപ്പുറത്ത് വഴി വിട്ട് കളയാതെ നിൻ്റെ മനസ്സിലിരിക്കുന്ന രീതിയിൽ. ഞാനീ പറയുന്നത് ഇന്ന് നിനക്ക് എന്തെങ്കിലും ഒരു വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അഡോപ്റ്റ് ചെയ്ത് നിൻ്റെ ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് വർക്കൗട്ട് ചെയ്യിപ്പിച്ചെടുക്കാൻ നോക്ക്. അതിപ്പോൾ ഞാനാകാം, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും ഇൻഫ്ലുവൻസർ ആകട്ടെ, ആരാണെന്നുണ്ടെങ്കിലും അവൻ പറയുന്ന ആ ഒരു സാധനത്തിൽ നിന്ന്, അല്ലെങ്കിൽ അവൻ കണ്ട് നീ ആ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് അവൻ പറയുന്ന ആ ഒരു വാക്കുകൾ കേട്ടാൽ ഇച്ചിരി നേരത്തേക്കാക്കാം നിൻ്റെ ലൈഫിൽ അവൻ എന്തെങ്കിലും ഒരു വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നീ വീഡിയോ കാണുന്ന സമയത്ത് നിനക്ക് ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഒരു വാല്യൂ നിൻ്റെ ലൈഫിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് പ്രാക്ടിക്കലായിട്ട് നിൻ്റെ ലൈഫിൽ യൂസ് ചെയ്യാനുള്ള ആ ഒരു ഇത് കാണിക്കും. നീ കുറേ സാധനം നിൻ്റെ തലയിൽ കയറ്റി വെച്ചുകൊണ്ട് നിൻ്റെ ലൈഫിൽ പ്രത്യേകിച്ച് ഒരു ചേഞ്ച് ഉണ്ടാകാൻ പോകുന്നില്ല.
ആണ് ആ റിയാലിറ്റി എന്ന് പറഞ്ഞത്. നിന്റെ തലയിൽ നിനക്ക് കുറേ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ ആ ഒരു സാധനം നിന്റെ റിയൽ ലൈഫിൽ നീ ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ, നീ പ്രാക്ടിക്കലായിട്ട് അത് വർക്കൗട്ട് ചെയ്യിപ്പിക്കാതെ നിന്റെ ലൈഫിൽ അത് വെച്ച് ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പം നീ കാണുന്ന സെയിം വീഡിയോ നാളെ വേറൊരുത്തിന് കാണാൻ പറ്റും. പക്ഷേ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വാല്യൂ അവൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ആ ഒരു റിയൽ ലൈഫിൽ വർക്കൗട്ട് ചെയ്യിപ്പിച്ചെടുക്കുന്നവൻ ആരാണോ അവൻ മാത്രമാണ്. ഞാൻ നിനക്കൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ന് നിൻ്റെ തലയിലൊരു ബിസിനസ് ഐഡിയ വന്നു, നിനക്ക് ഭയങ്കര സക്സസ്ഫുൾ ആകുന്ന ഒരു പ്രതീക്ഷയുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ ആ സാധനം നീ സ്റ്റാർട്ട് ചെയ്യാതെ നീ പിന്നെ അതിനെപ്പറ്റി നല്ലോണം പഠിക്കണം, ഇനിയും കുറച്ച് നോളജ് ഉണ്ടാക്കിയിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നീ അങ്ങനെ ഇരിക്കാനേ പോകുന്നുള്ളൂ. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം നിൻ്റെ തലയിൽ വന്നേക്കുന്ന ഈ ഒരു ഐഡിയ എന്താണെന്നുണ്ടെങ്കിലും അതിൻ്റെ തലയിൽ മാത്രമേ വരാവുള്ളൂ എന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. ഇപ്പം നിൻ്റെ തലയിൽ വന്നേക്കുന്ന സാധനം നാളെ വേറൊരുത്തരുടെ തലയിൽ വരും. അവൻ ആ സമയത്ത് അത് വർക്കൗട്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നീ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനത് വെച്ച് സക്സസ്ഫുൾ ആയി. നീ ജീവിക്കേണ്ട ആ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു, ഈ ഐഡിയ നിൻ്റെ തലയിൽ വന്നപ്പോൾ നീ ഡ്രീം ചെയ്ത ആ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണോ, നീ ഡ്രീം ചെയ്ത ആ ഒരു സക്സസ് എങ്ങനെയാണോ, അത് അവൻ്റെ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാകും. അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ന്യൂട്ടൺ പുള്ളീൻ്റെ തലയിൽ ആപ്പിൾ വീണപ്പോഴത്തേക്കും ഗ്രാവിറ്റി കണ്ടുപിടിച്ചില്ലായിരുന്നെന്നുണ്ടെങ്കിൽ ആ സെയിം സാധനം വേറൊരു രീതിയിൽ ഒരു 100 വർഷം കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ വേറൊരുത്തൻ ആ സെയിം ഗ്രാവിറ്റി എന്ന് പറയുന്ന തിയറി ആയിട്ട് പുറത്തു വന്നേ. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് തലയിൽ വരുന്ന ഐഡിയ ആദ്യം വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളത്. ചിലപ്പോൾ ന്യൂട്ടനേക്കാളും പിന്നെ ഈ സാധനമൊക്കെ കുറേ ഒബ്സർവ് ചെയ്തിട്ടുള്ള എല്ലാവരും കാണുമായിരിക്കും. അത് ഒരു ആപ്പിൾ മരത്തിൽ നിന്ന് താഴെ വീണ് ആദ്യമായിട്ട് കാണുന്ന ആൾ ന്യൂട്ടനൊന്നും ആയിരിക്കത്തില്ല. ബട്ട് ആ ഒരു സാധനം വെച്ച് ആ ഒരു ഐഡിയ വർക്കൗട്ട് ചെയ്ത് ആ ഒരു തിയറി ആയിട്ട് ആരാണോ പുറത്തു വന്നത് അവന് മാത്രമേ അവിടെ ആ ഒരു വിലയുള്ളൂ. അതായത് നിൻ്റെ ലൈഫിൽ നിനക്ക് എന്തെങ്കിലും ഒരു സാധനം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നീ ചെയ്യാതെ നിൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നുകൊണ്ട് ഒരു കാര്യമില്ല. ഈ ലോകത്ത് വാല്യൂ ഉള്ള ഒറ്റ സാധനമേ ഉള്ളൂ, നീ നിൻ്റെ റിയൽ ലൈഫിൽ എന്ത് ചെയ്യുന്നു, നീ നിൻ്റെ പ്രാക്ടിക്കലായിട്ട് നീ എന്ത് സാധനമാണോ വർക്കൗട്ട് ചെയ്യുന്നത് അതിന് മാത്രമേ നിനക്ക് ആ റിസൾട്ട് കിട്ടത്തുള്ളൂ. അതിന് മാത്രമേ നിൻ്റെ ലൈഫിൽ നിനക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകാൻ പോകുന്നുള്ളൂ. ഏറ്റവും ആദ്യം നീ മനസ്സിലാക്കി, നീ ഇപ്പോൾ ഈ കാണുന്ന വീഡിയോസും എന്ത് സാധനമാട്ടെ, നീ ഒരു വീഡിയോ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അവിടെ പ്രധാനം. അതിപ്പോൾ എൻ്റെ വീഡിയോ ആട്ടെ വേറെ ആരുടെയെങ്കിലും ആട്ടെ, നീ ആ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ആ ഒരു വാല്യൂസ് എടുക്കുക. അതിൻ്റെ പ്രോബ്ലംസിനുള്ള ആ ഒരു സൊല്യൂഷൻ ആ വീഡിയോയിൽ ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് അതിൻ്റെ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്ത് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്ക്. അതല്ലെന്നാണെങ്കിൽ ഏറ്റവും ഇതായിട്ട് നിനക്ക് ചെയ്യാൻ പറ്റുന്നത്, നിൻ്റെ ലൈഫിൽ നിനക്കിപ്പോൾ ഒരു പ്രോബ്ലം വരുവാണെന്നുണ്ടെങ്കിൽ നിൻ്റെ ആ ഒരു പ്രോബ്ലംസ് എന്താണെന്നുള്ളത് നിന്നേക്കാളും നല്ലോണം അറിയുന്നവനായിട്ട് വേറെ ആരും ഈ ലോകത്ത് ഉണ്ടാകാൻ പോകുന്നില്ല. എൻ്റെ അതിൻ്റെ ആ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നിനക്കൊരുത്തൻ്റെ വീഡിയോ കാണണ്ടോ അല്ലെങ്കിൽ ഒരുത്തൻ്റെ അഡ്വൈസ് എടുക്കേണ്ട ഒരു ഇൻഫ്ലുവൻസറിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. നീ ജസ്റ്റ് നിൻ്റെ ലൈഫിൽ തന്നെ ഉള്ള ആ ഒരു കാര്യങ്ങൾ അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ നിന്നോട് തന്നെ നീ ചോദിക്കും, നിൻ്റെ മനസ്സിനോട് തന്നെ നീ ചോദിക്കുമ്പം നിനക്കുള്ളിൽ വരുന്ന ആ ഒരു സൊല്യൂഷൻ എന്താണോ അത് നീ നിൻ്റെ റിയൽ ലൈഫിൽ വർക്കൗട്ട് ചെയ്യിപ്പിക്കും. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നീ തന്നെ വാക്ക് കേട്ടിട്ടാട്ടെ അല്ലെങ്കിൽ മോട്ടിവേഷൻ ഉണ്ടാക്കിയിട്ടാട്ടെ മോട്ടിവേഷൻ ഉണ്ടാക്കാതെ ആകട്ടെ, നിൻ്റെ മനസ്സിൽ നിന്ന് വന്ന ഒരു കാര്യമാകട്ടെ, എന്താണെന്നുണ്ടെങ്കിലും നീ നിൻ്റെ റിയൽ ലൈഫിൽ എന്താണോ ആ ഒരു ആക്ഷൻ എടുക്കുന്നത് അതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. നിൻ്റെ തലയിൽ എന്തുണ്ട് അതിനൊരു പ്രാധാന്യമില്ല. നിൻ്റെ തലയിലുള്ള സാധനം നിൻ്റെ റിയൽ ലൈഫിൽ നിനക്ക് എപ്പോഴാണോ ഉപകാരപ്പെടുന്നത്, എപ്പോഴാണോ നീ അത് യൂസ് ചെയ്യുന്നത്, അപ്പോൾ മാത്രമേ അതിന് എന്തെങ്കിലും കാര്യം ഉണ്ടാകാൻ പോകുന്നുള്ളൂ. സോ ഇനി എന്തെങ്കിലും ഒരു സാധനം ചെയ്യുന്നതിന് മുമ്പേ 100 പ്രാവശ്യം ആലോചിച്ച് അങ്ങനെ കുറേ ഇരുന്ന് സമയം കളയാതെ ഒരു സാധനം ചെയ്യണമെന്ന് തോന്നുമ്പോഴത്തേക്കും ആ ഒരു ഇതിലങ്ങ് ഇറങ്ങി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ അതിനോട് പറയുന്നത് ഇപ്പം തന്നെ വീടിൻ്റെ ആധാരമൊക്കെ കൊണ്ട് പണയം വെച്ചിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പെട്ടെന്ന് ബിസിനസ് തുടങ്ങാൻ സാധനം മൈൻഡിൽ വന്നെന്നും പറഞ്ഞ് അങ്ങനെ ഇറങ്ങാനില്ല. നിനക്കൊരു സാധനം ചെയ്യുമ്പോഴത്തേക്കും അറിയാം ഈ സാധനം ചെയ്ത് എനിക്കൊന്നും പോകാനില്ല. അങ്ങനെ ഒരു നിനക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നീ വേറെ ഒന്നും അവിടെ ആലോചിക്കേണ്ട ആവശ്യമില്ല. നീ ജസ്റ്റ് ഇറങ്ങുക, വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. അവിടെ നിനക്ക് എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അതൊരു ബിസിനസ് ചെയ്യാനാകുമ്പോഴത്തേക്കും നിനക്ക് അവിടെ നഷ്ടമൊന്നുമില്ല, നീ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും ഇല്ലാണ് ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ നീ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നീ ആലോചിക്കുന്ന ടൈം എന്തായാലും നീ വേസ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. സോ നീ ആ ഒരു സാധനം നിൻ്റെ മനസ്സിലോട്ട് വരുമ്പോഴിറങ്ങി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ഇപ്പോൾ ആ ഒരു ബിസിനസ് നീ ഫെയിൽ ആയാലും കൂടെ നിനക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകും. സോ ആ ഒരു രീതിയിൽ നിൻ്റെ ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് ആ ഒരു ആക്ഷൻസ് എടുക്കുന്നതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് വർക്കൗട്ട് ചെയ്യിപ്പിച്ചെടുക്കാൻ നോക്ക്. ഐ ഹോപ്പ് ദാറ്റ് ഡു മേക്ക് സെൻസ്.